എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും ഒരു സാധാരണക്കാരനെ പോലെ ആകാനോ, സാധാരണക്കാരനെ പോലെ ചിന്തിക്കാനോ, സാധാരണക്കാരനെ പോലെ ജീവിക്കാനോ എനിക്കാവില്ല. എനിക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം വേണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ദ വേ ഓഫ് ദി സുപ്പീരിയർ മാൻ എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ഡേവിഡ് ഡെയ്ഡയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള പുസ്തകമാണിത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളും സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നൊരു ആശയവും കൂടിയാണ് ഈ പുസ്തകത്തിലൂടെ ഓഥർ പങ്കുവെക്കുന്നത്. സുപ്പീരിയർ മാൻ ആകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഏതാനും ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് ലീവ് അസ് ഇഫ് യുവർ ഫാദർ വെർ ഡെഡ്. അതായത് എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതൊക്കെ ഞാൻ ഇപ്പോഴേ ചെയ്തു തുടങ്ങാം. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമ്മുടെ കുടുംബത്തിന്റെ ഒരു നെടും തൂണാണ്. അല്ലെങ്കിൽ എന്റെ കുടുംബം നോക്കുന്നത് എന്റെ അമ്മയാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് അവരുടെ കാലശേഷം നമ്മളെടുത്ത് തലയിൽ വെക്കാണ്ട് ഇപ്പോഴേ നമ്മൾ അതിന് ഒരു ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്. നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് കുറിച്ചു വയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ തോറ്റുപോയി എന്ന് തോന്നുന്നിടത്തൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും. ഈ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് പലരും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് എക്സ്ക്യൂസ്. എന്ത് പറഞ്ഞാലും എക്സ്ക്യൂസ്. ചിലവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലീനെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടായി, എന്റെ ഫാമിലീനെ കാരണം എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റിയില്ല, ഫാമിലീനെ കാരണമാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ പല പല എക്സ്ക്യൂസസ് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എക്സ്ക്യൂസസ് മാക്സിമം ഫാമിലിയുടെ പേരിലായാലും അങ്ങനെ എക്സ്ക്യൂസസ് പറയാതിരിക്കുക എന്നുള്ളതാണ് ഓഥർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഏതൊരു വിജയിച്ച ആളുകളുടെ ലൈഫ് സ്റ്റോറി എടുത്തു നോക്കിയാലും അവർ എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് വിജയത്തിലേക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും എത്തണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിയാതെ നമ്മൾ ആ കാര്യം ചെയ്യാൻ ഇങ്ങനെ കംഫോർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കാതെ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാവുന്ന പലരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, പിറ്റേ ദിവസവും ജോലിക്ക് പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരെ ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കാതെ അതിനിടയിലും നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ വേണം. സോ അങ്ങനെയുള്ള കാര്യത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ജോലിയിൽ പെട്ട് മുഴുകി നമ്മുടെ ലൈഫിലെ എൻജോയ്മെന്റുകൾ കളയാതെ മറ്റ് പല ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ ഒരു ചെറിയ ടൂർ പോവുക, ട്രക്കിങ്ങിന് പോവുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ജോലിയിൽ പെട്ട് മുഴുകി നമ്മുടെ ലൈഫിലെ എൻജോയ്മെന്റുകൾ കളയാതെ മറ്റ് പല ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ ഒരു ചെറിയ ടൂർ പോവുക, ട്രക്കിങ്ങിന് പോവുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് എൻജോയ്മെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാലാമതായി പറയുന്നത് ലീഡ് ജസ്റ്റ് ബിയോണ്ട് യുവർ എഡ്ജ്. നമ്മൾ പലരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കംഫോർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് ആളുകളെ. നമ്മൾ പലരും ഒരു കംഫോർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിലേക്ക് വരാറില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിൽ കയറി ആ ജോലി തന്നെ 30-40 അവരുടെ ലൈഫ് ടൈം ആ ഒരു ജോലി തന്നെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് അവർക്കിപ്പോ അതൊരു കംഫോർട്ട് സോൺ ആണ്. ആ കംഫോർട്ട് സോണിൽ നിന്ന് വെളി വന്ന് എന്ത് പ്രശ്നം നടക്കും എന്ന് ആലോചിച്ച് ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ് പലരും. ഇങ്ങനെ കംഫോർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കാതെ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമതായി പറയുന്നത് ബി വില്ലിംഗ് ടു ചേഞ്ച് എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പേടിച്ച് പിന്മാറി നിൽക്കാതെ അവയെ ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ധൈര്യമായിട്ട് തന്നെ ഫേസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് പല ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് വരും. ആ ചേഞ്ചസിനെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ടും കൂടി പഠിക്കുക.
ആറാമതായി പറയുന്നത് ഓൾവേസ് ഹോൾഡ് വിത്ത് യുവർ ഡീപ്പസ്റ്റ് റിയലൈസേഷൻ. നമ്മൾ നമ്മളെ തന്നെ റിയലൈസ് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കുക. ഇങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും വിജയിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്. നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് കുറിച്ചു വയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ തോറ്റുപോയി എന്ന് തോന്നുന്നിടത്തൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും. അടുത്തതായി പറയുന്നത് ഇഫ് യു ഡോണ്ട് നോ യുവർ പേർപ്പസ് ഡിസ്കവർ ഇറ്റ് നൗ. ഇവിടെ പേർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജീവിതകാലം കൊണ്ട് നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിലൂടെ നമ്മൾ എന്ത് വാല്യൂ ആണ് ലോകത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത്, ഇതിനെയാണ് ഇവിടെ പേർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിലെ ലക്ഷ്യം അഥവാ പേർപ്പസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു ലൂപ്പിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കും. അയാൾക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല. ഈ ലക്ഷ്യമില്ലാതെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പോലെയാണെന്നാണ് ഇവിടെ ഓഥർ പറയുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത ഒരാള് ഇയാളുടെ ജീവിതത്തെ സ്വന്തമായിട്ട് തന്നെ നഷ്ടപ്പെടുത്തുകയാണ് എന്നും ഓഥർ പറയുന്നു. ലക്ഷ്യമുള്ളവർ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ലക്ഷ്യമില്ലാത്തവർ ആ സാഹചര്യങ്ങളോട് മല്ലിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു പോയിന്റ് പറയുന്നത് എൻജോയ് യുവർ ഫ്രണ്ട്സ് ക്രിറ്റിസിസം. നമ്മുടെ ലൈഫിൽ നമ്മൾ പലരും പല ക്രിറ്റിസിസംസ് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അതിൽ നല്ല ക്രിറ്റിസിസംസ് ഉണ്ട്, ഫോൾട്ട് ആയിട്ടുള്ള അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസും ഉണ്ട്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാള് നമ്മളോട് നമ്മുടെ ചിന്തയെ കുറിച്ചൊന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാകും നമ്മുടെ ചിന്തയിലുണ്ടായ ഫോൾട്ട് എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളെ പോലെ ചിന്തിക്കാത്ത ഒരാൾ വന്നിട്ടാണ് നമ്മുടെ ചിന്തയെ കുറ്റം പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകണം അയാൾ പറയുന്നത് നമ്മുടെ അത്ര പോലും ചിന്തിക്കാൻ കഴിയില്ലാത്ത ഒരാളാണ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ക്രിറ്റിസിസത്തിനെ നമ്മൾ ശരിക്കും പോസിറ്റീവും നെഗറ്റീവായിട്ട് രണ്ടായിട്ട് കണക്കാക്കുകയും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുക്കുകയും നെഗറ്റീവ് ആയിട്ടുള്ളതിനെ ജസ്റ്റ് കളയുകയും ചെയ്യുക. നമ്മുടെ ഓഥർ പറയുന്നുണ്ട് ഒരു സുപ്പീരിയർ മാൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉന്നയിക്കുക. അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വേറൊരു തലത്തിൽ ചിന്തിച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉന്നയിക്കുന്ന ഒരാളെയാണ് സുപ്പീരിയർ മാൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിലൂടെ ഓഥർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സുപ്പീരിയർ മാൻ ആകണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ ശരിക്കും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മാക്സിമം പോരാടുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു സുപ്പീരിയർ മാൻ ആയിട്ട് മാറാനും സാധിക്കും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ ബുക്ക് പറ്റുന്ന എല്ലാവരും തന്നെ വായിക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ പോയിന്റുകൾ ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.